ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ മാട്ടൂൾ പെറ്റ് സ്റ്റേഷൻ കാണാൻ വേണ്ടി പോക്കാണ്. കണ്ണൂർ മാട്ടൂൾ എന്ന് പറഞ്ഞ ബീച്ചിൻ്റെ അടുത്തായിട്ടാണ്. അപ്പോൾ മാമേലുണ്ട്. അപ്പോൾ ഞാൻ കാർ എടുത്തിട്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്, മറ്റേ പാമ്പിനും മറ്റേ ഇഗ്വാനയിലെ അടുത്ത് കഴുത്തിനും ഇതെല്ലാം വെക്കുന്നത്. അപ്പോൾ നമുക്കതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ജസ്റ്റ് കാറ് ഫുള്ള് പൊടിയായിട്ട് ഇതാ കഴുകലാണ്. എന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോവേ. കഴുകട്ടെ. അപ്പോൾ കഴിച്ചാൽ നമ്മളിതാ മാട്ടൂൾ പെറ്റ് സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്ക് പോക്കാണ്. ഞാനാണ് വണ്ടി എടുക്കുന്നത്. അപ്പം ഞാൻ ഇനി അങ്ങോട്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാം. ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അവിടെ വലിയ ടെറഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഫ്ലവേഴ്സിൻ്റെ എന്തോ പരിപാടി ഉണ്ട്. അവരെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. തൊട്ടിപ്പുറത്ത് തന്നെ എന്തോ പാർക്കാണ്. ഫ്രണ്ടിൽ തന്നെ ബീച്ചും. നമ്മൾ വന്ന സമയം നല്ല ഉച്ച സമയത്താണ്. ഇവിടെ നല്ല ഉപ്പിലിട്ടതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫുള്ള് കടകളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ഫുള്ള് ക്രൗഡായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ എൻട്രൻസ് എന്ന് പറയുന്നത്. നല്ല ഫുള്ളൊരു പാറ കെട്ടിടം പോലെ ആക്കിയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മളെ മൃഗങ്ങളെ തൊടാനുള്ള പാസ്സാണ്. ടിക്കറ്റ് ഇവിടെ കയറി വരുമ്പോൾ തന്നെ വലിയൊരു ആനേൻ്റെ പ്രതിമയുണ്ട്. നമുക്കിനി അകത്ത് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് നോക്കാം. അരാപ്പയ്മയൊക്കെ ഉണ്ട് ഗൈസ്. കയറി വരുമ്പോൾ തന്നെ സിൽവർ വുഡ് ഡെക്ക് എന്ന് പറഞ്ഞിട്ട് ഈ കാണുന്നതാണ് നമ്മളെ താറാവിനൊക്കെ പോലത്തെ. ഇവിടെ നമ്മളെ വൈറ്റ് മറ്റേ ഉടുമ്പ് ഉണ്ട് ഗൈസ്. ഉടുമ്പ് ഇവിടെ വരണുണ്ട് വലിയത്. ഏതാ സൈസ്. അതുപോലെ തന്നെ ഇത് ഗൈസ് ഒരെണ്ണം ഈ സൈഡിലുണ്ട്. വെളിച്ചടിച്ചിട്ട് കാണുന്നില്ല. ഇത് സ്പൈഡറാണ്. എൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഗൈസ്. ഇത് എഴുതിയിട്ടുണ്ട്. ആ സൈഡിലൊന്നുണ്ട് ഗൈസ്. ഇതിനെ കാണാൻ എന്താ രസവും. വെള്ളത്തിൽ ഇങ്ങനെ കുളിക്കലാണ് ഗൈസ്. നമ്മളിത് അരാപ്പയ്മേൻ്റെ അടുത്തെത്തി. ഏതാവനെ സൈസ് നോക്കിയാൽ എത്ര എണ്ണ ഉള്ളു. ഇതിൻ്റെ അകത്താറ്റ വീണ് പോയി തീർന്ന് ഗൈസ്. വരുന്ന ഏത് സൈസാന്ന് നോക്കിയ. ഗൈസ് ഇതിൻ്റെ ഒപ്പം തന്നെ വേറെ ഏതോ ഒരു മീനും കൂടി ഉണ്ട്. ഇതിന് തീറ്റ കൊടുക്കുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ ആരും കൊടുക്കുന്നതൊന്നും കാണുന്നില്ല. അതിന് എക്സ്ട്രാ ടിക്കറ്റ് ഉണ്ടോയെന്നും അറിയില്ല. നല്ല സൈസ് ഉണ്ട് ഗൈസ്. അത്യാവശ്യം ഇതിൻ്റെ മാക്സിമം ആയില്ലെന്ന് തോന്നുന്നു. തിരിഞ്ഞു വരുന്ന ഗ്ലാസ്സിലൊന്നും ടച്ച് ചെയ്തെന്ന് എഴുതിയിട്ടുണ്ട് ഗൈസ്. അടുത്ത ഇതിൽ ജയിൻറ്റ് ഗൗരാമീനും അതുപോലെ തന്നെ നമ്മുടെ റെഡ് ടൈൽ ക്യാറ്റ് ഫിഷ്, അതുപോലെ തന്നെ അലിഗേറ്റർ ഗാറും ഉണ്ട്. അലിഗേറ്റർ ഗാർ ഇതിൽ വൈറ്റ് അലിഗേറ്റർ ഗാറാണ് ഗൈസ് ഉള്ളത്. നല്ല സൈസ് ഉണ്ട് ഗൈസ്. ഗൗരാമിയൊക്കെ നല്ല രീതിയിലാണ് ഇവർ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഗൈസ്. റെഡ് ടൈൽ ക്യാറ്റ് ഫിഷ് ഗൈസ്. അലിഗേറ്റർ ഗാർ വിടുന്ന നല്ല വൈറ്റ് കളറ്. അതിൻ്റെ മറ്റേ ചിറകിൻ്റെ അവിടെ നോക്കിയാൽ നല്ല ഓറഞ്ച് കളർ ഇതടിക്കുന്നു ഗൈസ്. പക്ഷികളെ പേരൊന്നും ഞാൻ പറയുന്നത്. ഇത് നമ്മളെ ലവ് ബേർഡ്സ് ആണ് ഗൈസ്. അതിനുള്ള അവർ മരമൊക്കെ പോലെ ഇങ്ങനെ ആക്കിയിട്ടാണ് ഇതുള്ളത്. ഇതൊക്കെ നമ്മൾ വീട്ടിലൊക്കെ വളർത്തുന്നത്. അത് തന്നെ ഒരുത്തരും ഇവിടെ വന്നിട്ടുണ്ട്. ഫുഡ് കഴിക്കുന്ന തിരക്കില്ല. കൊക്കറ്റോ ഏതാ ഇവനെ ഒറ്റയെടുത്തനാണ് ഈ ഒരു കൂട്ടിലുള്ളത് ഗൈസ്. ഇതെന്താ സാധനവും. കാണാൻ നല്ല കിട്ടില്ല. മറ്റേ അരണ്യത്തിനൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. അടുത്തതാ മക്കാവോ ആണ്. ആശാനിത് എവിടെ ഇങ്ങനെ നിൽക്കലാണ്. ഒരുത്തന്നെ താഴെയുണ്ട്. അപ്പുറത്തെ പൊന്നുമായിട്ട് അടുന്ന് എന്തോ പരിപാടിയാണ്. മുടി ചോർന്നുകൊണ്ടിരിക്കല ഗൈസ്. ഇവൻ്റെ പേര് എങ്ങനെ കമൻറ്റ് ചെയ്യുക ഗൈസ്. കാണാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഗൈസ് ഇതിനൊക്കെ ഒരു വെറൈറ്റി നമ്മളെ കാക്കയിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇതതിൻ്റെ കണ്ണ് നോക്കിയാൽ മഞ്ഞ കളറിൽ കിട്ടില്ല.
പക്ഷേ അടുത്തത് എക്ലക്ടെക്സ് എന്ന് പറഞ്ഞിട്ടൊരു പക്ഷിയാണ്. ഇത് രണ്ടും താഴെയാണുള്ളത്. ഒന്നിനെക്കാളും നമുക്ക് തത്തേനെയൊക്കെ പോയിട്ടുണ്ട്. തത്തേൻ്റെയൊക്കെ ഒരു ഇതാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ ചുണ്ടിൻ്റെ അവിടെയൊക്കെ നോക്കിയാൽ ഒരു ചുവന്ന കളറിൽ ഇത് ഒറ്റക്കാലിൽ നിൽക്കുന്ന രണ്ടും. ഇത് കുറേ സമയമായിട്ട് ഒറ്റക്കാലിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇത് ഈ വെള്ളത്തിൽ ഇതാ മീനുകളൊക്കെ ഉണ്ട്. ഇത് നമ്മളെ ഷാർക്കാണ്. ഇതേ രണ്ടെണ്ണം ഇവിടെ ഗ്ലാസിൻ്റെ അടുത്ത് വന്നിട്ട് ഒരുത്തന്നെ എത്തി നോക്കുന്നുണ്ട്. കാലൊക്കെ കടിക്കല. ഒരുത്തനും ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. അവൻ സിഗ്മയാന്ന് തോന്നുന്നു. മറ്റേത് രണ്ട് കപ്പിൾസും. സൺകുണൂറാണെന്ന് തോന്നുന്നു വയസ്സ്. ഇതിലും ഇതാ ഒരുത്തനും ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും ഒരു സിഗ്മ. ഇവനാ കമ്പി കടിച്ച് പൊട്ടിക്കാനുള്ള നോക്കല. ഇതാ ഒരുത്തനും ഇവിടെ ഉണ്ട്. അവൻ്റെ മുഖം നോക്കിയ ടെറർ ലുക്കാ. ഇത് നമ്മുടെ അരിപ്രാവിനെയൊക്കെ പോലത്തെ ഇതാ രണ്ടെണ്ണം അവിടെ ഉണ്ട്. ഇത് ഫുള്ള് വെറൈറ്റി കളറുകളാണ്. കിട്ടുകയാണ്. പക്ഷെ ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. നല്ല കളർഫുള്ളാണ്. ഇവിടെ അടികൂടല. ഇതെന്താ പരിപാടി? ഒരുത്തന്നെ മേലെ കയറി നിന്നിട്ടാണ് കളി. ഗൈസ്, ഈ ബാക്ക്ഗ്രൗണ്ട് പാട്ടിന് കോപ്പിറൈറ്റ് കിട്ടുമെന്നറിയില്ല. അതുകൊണ്ട് ഞാൻ സൗണ്ട് ചിലപ്പോൾ മ്യൂട്ട് ചെയ്യും. ഗൈസ്, ഇതെന്തോ പ്രാവിനൊക്കെ പോലത്തെ എന്തോ പക്ഷിയാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഗൈസ്, ഒരുത്തത് ആ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എത്തി നോക്കുന്നുണ്ട്. ഇതാ ഇവിടെ അടുത്ത് തരണ്ടെണ്ണം. ഇത് ജാവയാണ്. ഏതാടാ ലുക്ക്, ഫുൾ വൈറ്റ്. ഒരുത്തന്നെ ഇവിടെ അതാ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് രണ്ടെണ്ണം. കഴിച്ചോ. ഇതെവിടെ അടുത്തടുത്ത് വന്നിട്ടാ. കൊള്ളാം. ഗൈസ്, ഇത് മിനിയേച്ചർ കുതിരയാണ്. ഇത് ഇത്രയും വലിപ്പം വെക്കൂല. ഇവിടെ എഴുതിയിട്ടുണ്ട് ഒറിജിൻ അമേരിക്കയാണ്. ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ചെറിയൊരു കുതിരനെ കാണുന്നത്. അവൻ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞാണെങ്കിൽ അവിടെ നിന്ന് എന്തോ വെള്ളം കുടിക്കലാവുമെന്ന്. ഗൈസ്, അടുത്ത വരുന്നത് ഇതാ ടർക്കിഷ് ഷീപ്പാണ്. ഏതാടാ അതിൻ്റെ രോമം നോക്കിയാ. അവർ നല്ല ഉറക്കത്തിലാണ്, ഉച്ചമയക്കത്തിലാണ് ഫുഡൊക്കെ കഴിച്ചിട്ട്. ഏകദേശം അടുത്ത് ഇതൊരു വെറൈറ്റി കൗവാണ്, മിനിയേച്ചർ കൗ. ഇത് അതിനായിട്ട് പ്രത്യേക ഒരു ഇതാക്കിയിട്ടുണ്ട്, ഒരു വീടൊക്കെ പോലെ. ചെറിയ പശു വയസ്സ് കണ്ടാൽ നമ്മളൊരു പശുക്കുട്ടിയെന്ന് വിചാരിക്കും. പക്ഷേ ഈ ഒരു പശു ഇത്രയും വലിപ്പം വെക്കും. ഇതിനെ നല്ല മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അത് ചത്തുപോകും. നല്ല വൃത്തിയിൽ വളർത്തേണ്ട ഒരു സാധനമാണ്. ഏകദേശം അടുത്ത് ഇതാ വരുന്നത് ഇതാ ഹോഴ്സാണ്. ഏതാ സൈസ്. ഗൈസ്, ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. ഗൈസ്, ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇതാ ഒട്ടക പക്ഷിയുണ്ട്. ഗൈസ്, അതിവിടെ വന്നിട്ട് ഇതാ തലയിട്ട് എത്തി നോക്കുന്നുണ്ട്. ഗൈസ്, ഇപ്പം കണ്ണടച്ച് ഒട്ടക പക്ഷി. ഗൈസ്, ഇത് അത്യാവശ്യം വലിയ കൂടാണ്. ഞാൻ വീഡിയോ കണ്ട് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മുടെ തലയിലൊക്കെ ഒരു ഇതിടും. അപ്പോൾ പക്ഷിയൊക്കെ പറന്ന് നമ്മളെ തലയിൽ വരുന്നതാണ്. പക്ഷേ ആരും കയറുന്നൊന്നും കാണുന്നില്ല. ഇന്നിത് ക്ലോസ് ആണെന്ന് തോന്നുന്നു, അറിയില്ല. ഇത് ഡോങ്കിയാണ്. ഇതും ഇത്ര ചെറിയതാണ്. ഇതും ഇത്ര തന്നെ ആവും തോന്നുന്നു. പക്ഷേ ഇത് സിങ്കോട്ട് എന്ന് പറഞ്ഞ ഇതാണ്. അതിൻ്റെ രോമം നോക്കിയാ. ആശാൻ ഉറങ്ങനാണത്. പക്ഷേ അടുത്ത ബാർബരി കോട്ട് എന്ന് പറഞ്ഞിട്ടാണ്. ഇതിന് നമ്മളെ ജിറാഫിനൊക്കെ പോലെയുണ്ട്. കളർ നോക്കിയാൽ കാപ്പി വെള്ളി പുള്ളി കണ്ട ജിറാഫ് പോലെയുണ്ട്. ഗൈസ്, അടുത്തത് ജേക്കബ് ഷീപ്പ് എന്ന് പറഞ്ഞിട്ടാണ്. ഇതിന് 4 കൊമ്പുണ്ട്. ഗൈസ് നോക്കിയാൽ അടിയിൽ 2 ഇങ്ങനെ വളഞ്ഞു പോകുന്നുണ്ട്, മുകളിലും 2. ഗൈസ്, അടുത്തത് ഇഗ്വാനയാണ്. ഇത് ഒരുത്തൻ താഴെയുണ്ട്. ഒരുത്തൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇവിടെ നിൽക്കുന്ന കാപ്പി കളറ്. ആശാൻ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ഏതാ ലുക്ക്. പിന്നെ ഇത് ഫെസൻ്റാണ്, നമ്മളെ കോഴീൻ്റെ ഒക്കെ ഇത് വരുന്നത്. നല്ല കളർഫുള്ളാണ് സാധനം. നമ്മൾ പാമ്പിനെ കഴുത്തിലിടാൻ പോക്കാണ്. ഗൈസ്, ഞാൻ വിചാരിച്ചത് കയ്യിലോട്ടേക്ക് ഇങ്ങനെ എഴഞ്ഞ് കടിക്കുന്നത്. ഇത് പാവേനെ പോലെ ഇങ്ങനെ കഴുത്തിൽ നിൽക്കുന്നതിനു. പക്ഷേ അടുത്ത എൻ്റെ അനിയത്തിൻ്റെ ഇടലാണ്.
ഓ അവൾ പേടിച്ച് പറിച്ചിട്ടാകുന്നത്. പക്ഷേ സാധനം ഒന്നും ചെയ്തിട്ടില്ല, അനങ്ങാണ്ട് നിൽക്കുന്നുണ്ട്. ഇവളുടെ സാധനം അവളെ മുഖത്ത് നേരം വന്നിന്. ഗൈസ് അടുത്ത ഡോഗ്സാണ്, ഡാൽമാഷ്യൻ. ഗൈസ് ഇവിടെ ആശാനതാ കിടന്നിട്ടുള്ളത്. എല്ലാ ഡോഗ്സും ഉറക്കത്തിലാണ്, ഉള്ള ഉച്ച സമയമായിട്ടുണ്ട്. എല്ലാം ഫുഡ് അടിച്ച് ഉറങ്ങലാണ്. ഗൈസ് കാനെ കോഴ്സോ ആശാനും ഉറങ്ങലാണ്. ഗൈസ് അടുത്ത റോഡ് വീലറാണ്. ഗൈസ് ഇവിടെ ഉണ്ട്, ഉറങ്ങല. ഇവർ പറഞ്ഞാൽ ഇതിനെ രാത്രിയൊക്കെ ഇളക്കി വിടുന്നതുകൊണ്ട് ഇത് പകൽ സമയത്ത് ഫുള്ള് ഉറക്കമായിരിക്കുന്നത്. അമേരിക്കൻ ബുള്ളി. ഗൈസ് ഇതാ അടുത്ത ഹസ്കിയാണ്. ഇത് നല്ല ഉറക്കമാണ്. ഇത് അമേരിക്കൻ ബുള്ളി എണീച്ചിട്ടുണ്ട്. ഇതാ ഏതാ കോട്ടയിൽ ഇതിനുള്ളവരെ നമ്മൾ പെട്ടിലേക്ക് തീർന്ന്. ഗൈസ് ഇതെന്താ കുറുനരീനൊക്കെ പോലത്തെ എന്തോ സാധനമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കില്ല. ഇതാ ഗൈസ് ഇത് പിന്നെ ഒരു പ്രത്യേകത വേണ്ടി കുരങ്ങനെ പോലത്തെ ഒരു സംഭവമാണ്. കാണാൻ എന്താ രസം. ഗൈസ് ഇത് നമ്മൾ നേരത്തെ കണ്ട മറ്റേ ഒറ്റക്കാലിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഇത് എങ്ങനെ തന്നെ നിൽക്കലാണ്. എന്തിനാ ഇങ്ങനെ നിൽക്കുന്ന നമ്മ? ഗൈസ് ഇവിടെ ആമകളാണ്. എവിടെ ഇത് ഒരുത്തുണ്ട്, കുറച്ച് വലിയതാണ്. ഇപ്പുറത്ത് ഇതാ ഒരുത്തനുണ്ട്, അനങ്ങാണ്ട് നിൽക്കുന്നുണ്ട്. ഇതെവിടെ രണ്ടെണ്ണം ഉണ്ട് വെള്ളത്തിൻ്റെ അകത്ത്. ഇതാ ഇത് ലിസാണാണ്. ഇതാ ഇവിടെയുണ്ട്, വലിയ സാധനമാണ്, ഉടുമ്പിൻ്റെ ഏതാ സൈസ്. ഇതിൻ്റെ അകത്ത് ഇവനെടുത്ത് ഇത് നമ്മളെ സ്ക്വിറിൽ നാടനല്ല, ഇതാ കംബോഡിയൻ സ്ക്വിറിലാണിത്. പിന്നെ ഓടിക്കളിക്കല. ഇവിടുന്ന് ഇപ്പോൾ ഫുഡ് കഴിക്കലാണ്. അപ്പോൾ നട്ട്സൊക്കെയാണ് ഫുഡ്. സുഖ ജീവിതം. ഇത് വേറെ എടുത്ത് ഇവനെന്താ ചെയ്യേണ്ടതെന്നല്ല, ഫുള്ള് ഓട്ടമാണ്. അതാ ഉഫ് കറക്റ്റ് പോസ് ചെയ്യുന്നുണ്ട്. ഫുള്ള് ഓട്ട. ഇത് പിന്നെ നമ്മളെ പെരിച്ചായിനൊക്കെ പോലത്തെ സാധനം. ഫാമിലി ആയിട്ടാണ്. കോയി ഫിഷ്. ഗൈസ് അടുത്ത് നമുക്കിതാ മീനുകൾക്ക് തീറ്റ കൊടുക്കുക. ഉഫ് എന്നാ രസം. ജേസ് ഞാൻ കുറച്ച് തീറ്റ എടുത്തിട്ടുണ്ട്, നമുക്ക് വെച്ച് നോക്കാം. ഉഫ് ഫുള്ളി ക്ലിയായിരുന്നു ജേസ്. ഇതിന് പല്ലില്ലാത്തതുകൊണ്ട് ഭാഗ്യം. വെറുതെ വെക്കുമ്പോൾ വരുന്നുണ്ട്. ഗൈസ് അടുത്ത പ്രാവുകളൊക്കെയാണ്. ഇതെവിടെ ഇതാ കുറേ എണ്ണം ഉണ്ട്. ഇതെന്താ പക്ഷി എന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പ്രാവിൻ്റെ വർഗ്ഗം തന്നെയാന്ന് തോന്നുന്നു. ഗൈസ് വേറെ എടുത്തേ. ഇതാ ഗൈസ് അവിടെ മൂങ്ങേനൊക്കെ പോലുണ്ട് കാണുമ്പോൾ. മുഖം ഇങ്ങനെ മടക്കി വെച്ചിട്ട്. ഇത് ഫുള്ള് കളർഫുള്ള് മീനുകളാണ്. ഒരു രക്ഷയില്ല. ഒരു പ്രത്യേകതരം നായികൾ. ഗൈസ് കണ്ട പുലിനെ പോലുണ്ട്, പക്ഷെ പൂച്ചയാണ് ഗൈസ്. കാട്ടുപൂച്ചനെ പോലെ ഉണ്ട്. എന്താ രസം. നമ്മളെ സ്റ്റുവേർട്ട് ലിറ്റിലെയൊക്കെ ക്യാറ്റിനെ പോലത്തെ. ആശാൻ പാതി ഉറക്കത്തിലുള്ളത്, കണ്ണെല്ലാം അടഞ്ഞിട്ടുള്ളത്. ഗൈസ് നമ്മളെ നീമോനെയൊക്കെ പോലത്തെ മീനുകൾ കിഡില് ഗൈസ്. ഗൈസ് ഇതിൻ്റെ പേരറിയുന്ന കമൻറ്റ് ഗൈസ്. ഇത് നമ്മളെ ഓസ്കാർ. ഇത് അരോണ. അതിൻ്റെ ഡിസൈൻ നോക്കിയാൽ
വെളിച്ചടിക്കുമ്പോൾ തിളങ്ങുന്ന വഴിയുണ്ട്. ഇത് വേറെ ടൈപ്പ് അണ്ണാന്മാർ. ഇതിൽ കുറേ എണ്ണം ഉണ്ട്. ഇതാ ഇവിടെ ഇതാ രണ്ടെണ്ണം ഇതാ ഇവിടുത്തെ. ഇതുവരെ പറക്കുന്ന അണ്ണാനെ പോലെ തന്നെ ഉണ്ട്, കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഞാൻ കൊണ്ട് പാമ്പുകളാണ്, എല്ലാം പൈത്തണാണ്. വിഷമുള്ളൊന്നും ഇവിടെ വളർത്താൻ പറ്റൂല. ഇതാ ഇവിടെ ഇങ്ങനെ വെള്ള സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. ഇതാ ഒരുത്തണ്ട ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. എല്ലാം ഉറക്കത്തിലാണ്. ഇത് മറ്റേ എലീനെ പോലത്തെ സംഭവം. അതിനെത്ര കുട്ടികളെ നോക്കിയാൽ അതിൻ്റെ എല്ലാത്തിനും കുട്ടികളുണ്ട്. ഇതിൻ്റെ തന്നെ കുറേ ടൈപ്പ് ഇവിടെ ഉണ്ട്. ഓരോ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ കുറേ ഉണ്ട്. ശരിയുണ്ട്. ഇതാ മുയൽ. ഏതാ സൈസ്. അതിനുള്ള ഫുഡ് എവിടെ ഉണ്ട്. ഇതെന്താ സാധനം, ഫുള്ള് രോമമായിട്ടുള്ള സാധനം, കണ്ണൊന്നും കാണുന്നു വരില്ല. ഇത് നോക്കിയൊരു വിചിത്രമായ സാധനം. അതിൻ്റെ കൈയൊക്കെ ഇങ്ങനെ മെലിഞ്ഞെന്തെങ്കിലുമായിട്ട് കണ്ടെന്തോ അസുഖം പിടിച്ചവരുണ്ട്. ഇതാ ഇത് ഒരു പ്രത്യേകതരം പല്ലിയാണ്, പച്ച കളറിൽ ചുവന്ന കുത്തൊക്കെ ആയിട്ട്. അതിനുള്ള സെറ്റപ്പൊക്കെ ഇതാ. ഇത് വേറെടുത്ത് ഫുള്ള് പുള്ളികളായിട്ടുള്ള. ഇത് നമ്മളെ മക്കാവോ വലിയ കൂട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിൽ ഫുള്ള് ഒരു പ്രത്യേകതരം കുരങ്ങന്മാരാണ്. അതിൻ്റെ മുഖം നോക്കിയാൽ നമ്മളെ ബോളൊക്കെ പോലെ, ടെന്നീസ് ബോളൊക്കെ പോലെയാണ് അതിൻ്റെ മുഖം. ഇത് ശരിക്കും നോക്കിയാൽ ആ ഒരു ഷേപ്പാണുള്ളത്. ഇത് നമ്മളെ വേഴാമ്പലിനെ പോലത്തെ സാധനം ഒരെണ്ണമാണ് ഉള്ളത്. ഇതാ ദൂരെ അതവിടെ. ഇത് നമ്മളെ ഒരു പ്രത്യേകതര കുരങ്ങന്മാരാണത്. രണ്ടെണ്ണം അതാ മുകളിലുണ്ട്. ഇതടുത്ത കുരങ്ങ്. നമുക്കിതിനെ പറ്റിക്കാലോ. അത് പിടിക്കാനാണ് ഐറ്റങ്ങൾ നോക്കുന്നത്. തൊഴിൽ തൂങ്ങിക്കിടക്കുന്നതിലുണ്ട്. അപ്പം ഗൈസ് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി നമുക്ക് മെല്ലെ പുറത്തേക്ക് ഇറങ്ങാം. അത്യാവശ്യം തിരക്കൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. ഗൈസ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റോറിലാണ് എത്തുക. ഇവിടെ നമുക്ക് പല പല സാധനങ്ങളൊക്കെ ഉണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട്. അത്തർ, അതുപോലെ തന്നെ മൃഗങ്ങളെ ഓരോ ടോയ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഗൈസ് ഇതാ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. നമുക്ക് ഇവിടുന്ന് 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇവിടുത്തെ പെറ്റ് സ്റ്റേഷനിലെ കാഴ്ചകൾ. ഇതാ പുറത്ത് ഇവിടെ തന്നെ കുതിരയുണ്ട്. ആശാൻ ഇവിടെ ഉറങ്ങലാണ്. ഗൈസ് വേറെ ഒരുത്തനും കൂടി ഉണ്ട്, ഇതാ വെള്ളയും കറുപ്പും. അപ്പം ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അപ്പം ഗൈസ് നമ്മൾ തിരിച്ചു പോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.